ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരു സൈറ്റിൽ സോളറിൻ്റെ ഇൻവെർട്ടർ ഫിഗർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോളറിൻ്റെ ഇൻവെർട്ടർ സൈറ്റ് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം നമ്മൾ സോളറിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുന്നു. ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ സൈറ്റുകൾ വരുന്നു. അതിൽ പ്ലസ് ബട്ടൺ അമർത്തുക. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് പ്ലസ് ബട്ടൺ ഉണ്ട്. പ്ലസ് ബട്ടൺ അമർത്തുന്നു. അതിൽ നമ്മൾ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യാം. കസ്റ്റമറുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് നേരത്തേക്ക് പോസ് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നുമല്ല. ഇത് ടൈപ്പ് ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം പിടിക്കും. വീഡിയോ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം പോസ് ചെയ്യുന്നുണ്ട്. ഞാനെല്ലാം ടൈപ്പ് ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൽ പേരടിച്ചു, ഇമെയിൽ അഡ്രസ്സ് അടിച്ചു. അഡ്രസ്സ് അത് തന്നെ വരും. നമുക്ക് ലൊക്കേഷൻ മാപ്പ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ സെലക്റ്റായി വന്നോളും. അത് ഓക്കെ കൊടുത്താൽ മതി. പിന്നെ വീട്ടുപേര്, അവരുടെ ഫോൺ നമ്പർ ഞാൻ കൂടെ വെച്ചിട്ടുണ്ട്. നേരിട്ട് ആവശ്യത്തിന് വിളിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനായിട്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഇന്ത്യ എന്നുള്ളത് തന്നെ വരും. ടൈം സോൺ ഇപ്പോൾ കിടക്കുന്നതിനാണ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊള്ളും, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞാൽ കപ്പാസിറ്റി, നമ്മളവിടെ വെച്ചിട്ടുള്ള ഇൻവെർട്ടർ എത്രയുടെയാണോ അതിൻ്റെ കപ്പാസിറ്റി കൊടുക്കുക. ബാറ്ററിയുടെ അവിടെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും, ആഡ് ഫിനിഷ്. അപ്പോൾ ആഡ് കൊടുക്കുക. നമ്മൾ അവിടെ വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇൻവെർട്ടർ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് കൊടുക്കാം. വൈഫൈ ഇല്ല എന്നുണ്ടെങ്കിൽ ഫിനിഷ് കൊടുത്തിട്ട് അത് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മളിവിടെ ആഡ് കൊടുക്കുകയാണ്. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏത് മോഡൽ ഡോങ്കിളാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ മോഡൽ, ഇപ്പോൾ ഏറ്റവും മുകളിൽ കാണുന്നില്ലേ, ആ മോഡൽ ഇൻവെർട്ടർ ആണെങ്കിൽ, ഡോങ്കിളാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്ത് വരും. അല്ലാതെ സോളർ വൈഫൈ V3.0 അത് പലയിടത്തും വയ്ക്കാറുണ്ട്. അതാകുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ എനിക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. XSPXVU ആ ഡോങ്കിൾ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് മാനുവലി ആഡിൽ പോക്കറ്റ് ഡോങ്കിൾ ഫസ്റ്റ് എടുക്കുന്ന മോഡലാണ് നമുക്ക്, അത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡോങ്കിൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ വൈഫൈയുടെ നെറ്റ്വർക്കിൻ്റെ, ഇവിടുത്തെ വീട്ടിലത്തെ വൈഫൈയുടെ ഡീറ്റെയിൽസ് ചോദിക്കും. വീട്ടിലത്തെ വൈഫൈ ആ നെറ്റ്വർക്കിൻ്റെ നേരെ ഒരു ആരോ മാർക്ക് പോലൊരു സംഭവമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നത്. അത് തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വൈഫൈയുടെ റേഞ്ചുകളും അതിൽ കാണിക്കും. നമുക്ക് ഇതിൽ കണക്ട് ചെയ്യേണ്ടത് 5G അല്ല, 2.4 നമ്മുടെ എല്ലാ ഇൻവെർട്ടറുകളും വർക്ക് ചെയ്യുന്നത്. സോളർ മാത്രമല്ല, എല്ലാ കമ്പനിയുടെയും 2.4 വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവരുടെ 2.4 നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് ചോദിച്ചു. പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുത്തു. അതൊന്ന് കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എളുപ്പമുണ്ട്. അത് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മൊബൈലായിട്ട് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണക്റ്റായി. പാസ്വേഡ് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ. സ്മോൾ ലെറ്റർ ആയിരുന്നു. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. പാസ്വേഡ് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്താൽ മാത്രമാണ്, വള്ളി പുള്ളി ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ എല്ലാം കറക്റ്റായിട്ട് അടിച്ചു കൊടുത്താൽ മാത്രമാണ് ആക്സെപ്റ്റ് ആവുള്ളൂ. പാസ്വേഡ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓക്കെ കൊടുത്തു. അത് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പോകുന്നത് മുകളിലത്തെ വൈഫൈയുടെ അവിടുത്തെ ബാക്ക് ആരോ അടിച്ചു. അപ്പോൾ നമ്മുടെ വൈഫൈ ഇത് അവിടെ വന്നിട്ടുണ്ട്. വീണ്ടും ഇവിടെ പാസ്വേഡ് അടിക്കണം.
ഇവിടെ പാസ്വേഡ് അടിക്കുന്നതിന് നമ്മൾ ആദ്യം അടിച്ചതിൽ കെ ക്യാപിറ്റൽ അടിച്ചതാണ് തെറ്റിപ്പോയത്. കെ സ്മോൾ ലെറ്റർ അടിച്ചു, ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു. ഇനി നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടർ മൊബൈലിലേക്ക് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 4 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പ് വിജയകരമായി പൂർത്തിയാക്കി, മൂന്നാമത്തെ സ്റ്റെപ്പും പൂർത്തിയാക്കി, നാലാമത്തെ സ്റ്റെപ്പ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു. നാലാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് ഫിനിഷ് കൊടുക്കാം. വീണ്ടും ഫിനിഷ് കൊടുക്കാം. ഒരു കാരണവശാലും ബാക്ക് അടിക്കരുത്. ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ചെയ്ത പണി മുഴുവൻ വേസ്റ്റായി വീണ്ടും നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മൾ ബാക്ക് അടിക്കാതെ ഫിനിഷ് കൊടുക്കുക. അവസാനം നമുക്ക് ഈ ബട്ടൺ ഉണ്ടല്ലോ, ഈ ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് മൊബൈലിൽ നിന്ന് നമ്മൾ ഉപയോഗിച്ച ആപ്ലിക്കേഷനുകൾ ഡിലീറ്റ് ചെയ്ത് കളയില്ലേ, അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ ആപ്ലിക്കേഷൻ എടുക്കുന്നു. ആ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ ഡാറ്റകൾ കാണാൻ പറ്റും. ഇപ്പോൾ 9 യൂണിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡാറ്റകൾ വർക്ക് ചെയ്യണത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. 9 യൂണിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പിന്നെ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ റീകോൺഫിഗർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലൂടെ കൂട്ടിക്കുഴയ്ക്കുന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞു തരാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അവരുടെ പേജ് ഓപ്പൺ ആക്കുക, ഡിവൈസ് എടുക്കുക, ഡിവൈസിൽ വൈഫൈ സെലക്ട് ചെയ്ത് കൊടുക്കുക. വൈഫൈ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റീകോൺഫിഗർ കൊടുക്കുക. അതിൽ അവരുടെ വൈഫൈ സെലക്ട് ചെയ്ത് കൊടുത്ത് പാസ്വേഡ് അടിച്ച് നെക്സ്റ്റ് അടിച്ച് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അത് അത്യാവശ്യമുള്ളൊരു മൊത്തം കോൺഫിഗറേഷൻ മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ.